ഇപ്പോൾ മന്ത്രി സജി ചെറിയാൻ 29 എഡിഷനിൽ ഇല്ലാത്ത ഒരു പ്രശ്നമാണ് 30ാം എഡിഷനിൽ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് വളരെ ബോധപൂർവമായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അറിവോടും സമ്മതത്തോടും കൂടി ചെയ്തിരിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് സെൻസർ എക്സംഷൻ വേണ്ട സിനിമകൾ ഏതെല്ലാമാണ് നിശ്ചയിച്ചിട്ട് ആ എക്സംഷൻ വേണ്ട സിനിമകൾ INBക്ക് നമ്മൾ സാധാരണ കൊടുക്കാറുണ്ട്. 187 സിനിമകളുടെ ലിസ്റ്റാണ് നമ്മൾ കൊടുത്തത്. INB എന്ത് ചെയ്തു? ആ 187 സിനിമയുടെയും അനുമതി നിഷേധിച്ചു. ആദ്യം ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം ഏത് സിനിമ അതിൽ സെൻസർ അംഗീകാരം പ്രത്യേകമായി ലഭിക്കേണ്ട സിനിമകൾ ചുരുക്കം ചിലത് കാണും. അത് ഉണ്ടെങ്കിൽ അത് വിശദാംശങ്ങൾ തരണമെന്ന് മാത്രമേ ആവശ്യപ്പെടാറുള്ളൂ. പക്ഷെ ആദ്യം തന്നെ എല്ലാ സിനിമയുടെ അനുമതി നിഷേധിച്ചു. പിന്നെ നമ്മൾ അനുമതി നിഷേധിച്ചതിൻ്റെ കാരണങ്ങളെല്ലാം മനസ്സിലാക്കി അതിൻ്റെ ആവശ്യകത വിശദീകരിച്ചുകൊണ്ട് നമ്മൾ വിശദമായ മറുപടി കൊടുത്തപ്പോൾ 154 സിനിമയ്ക്ക് അനുവാദം തന്നു. വീണ്ടും നമ്മൾ വിശദമായ സിനോപ്സിസ്, സിനിമകളുടെ മികവ്, പങ്കെടുത്ത ചലച്ചിത്രമേളകൾ, ലഭിച്ച അവാർഡുകൾ, ഇതെല്ലാം വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു വിശദമായ മറുപടി വീണ്ടും കൊടുത്തപ്പോൾ 14 സിനിമയ്ക്ക് വീണ്ടും അംഗീകാരം ലഭിച്ചു. ഇനി 19 സിനിമയ്ക്കാണ് അംഗീകാരം ലഭിക്കാനുള്ളത്. ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് 7 സിനിമകൾ നമുക്ക് അതിൻ്റെ ഭാഗമായി നമുക്ക് പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ, മുൻകൂട്ടി ടിക്കറ്റ് എടുത്ത് ആളുകൾക്ക് ഇഷ്ടമുള്ള സിനിമകൾ കാണുന്നതിനുള്ള സംവിധാനങ്ങളാണ് നമ്മൾ ഈ ചലച്ചിത്രമേളയിൽ സാധാരണ ചെയ്യുന്നത്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങൾ, ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ചലച്ചിത്ര പ്രേമികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ വെറും ചലച്ചിത്ര പ്രേമികൾ മാത്രമല്ല, ഉന്നതമായ സിനിമകൾ സംവിധാനം ചെയ്ത് നിർമ്മിച്ച, അല്ലെ സിനിമയുടെ വിവിധ സാങ്കേതിക മേഖലകൾ പ്രവർത്തിക്കുന്ന ലോകപ്രസിദ്ധരായ ആളുകൾ ധാരാളം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2 രാജ്യങ്ങളുടെ അംബാസിഡേഴ്സ് തന്നെ നമ്മൾ ഉദ്ഘാടനം ചടങ്ങിൽ പങ്കെടുത്തു. ജർമ്മനിയുടെയും അതുപോലെ തന്നെ നമ്മുടെ പലസ്തീൻ്റെ 2 അംബാസിഡർമാർ തന്നെ പങ്കെടുത്തു. അപ്പോൾ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു ചലച്ചിത്രമേള, ഒരുപക്ഷെ ലോകത്ത് ഇത്രയും രാജ്യങ്ങളുടെ പ്രാതിനിധ്യം, ജനങ്ങളുടെ പങ്കാളിത്തം, ചലച്ചിത്രപ്രവർത്തകരുടെ പങ്കാളിത്തം വരുന്ന മറ്റൊന്നില്ല. 10,000-കണക്കിന് ആൾ വന്നുകൊണ്ട് നമുക്ക് ഈ വരുന്ന ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള പ്രയാസം നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കും. അത്തരം ഒരു ഘട്ടത്തിൽ ലോകപ്രസിദ്ധമായ ക്ലാസിക്കൽ സിനിമകളൊക്കെ വെട്ടി ഒതുക്കുക. ആരെയാണ് ഇവർ ഭയപ്പെടുന്നത്? ഇവരാരെയോ ഭയപ്പെടുന്നു. ഇപ്പോൾ പാലസ്തീൻ സിനിമകൾ കാണിക്കാൻ പാടില്ല. പാലസ്തീൻ സിനിമകളെന്ന് പറഞ്ഞാൽ ലോകപ്രസിദ്ധമായ ക്ലാസിക്കൽ സിനിമകൾ, ആ സിനിമകൾ കാണിക്കേണ്ടതെന്ന് പറയുന്ന കാര്യം എന്താണ്? സിനിമയുടെ ഉള്ളടക്കം, ആ ഉള്ളടക്കം രാജ്യവിരുദ്ധമാണോ കാണിക്കേണ്ട? മനുഷ്യന് എന്തെങ്കിലും ജീവിതത്തിൽ അവൻ്റെ സ്വഭാവ രൂപീകരണത്തിൽ തകരാറുണ്ടാക്കുന്ന സിനിമയാണോ കാണിക്കേണ്ട? നമ്മളൊരു സിനിമ കാണുന്നത് അതിൻ്റെ സാങ്കേതിക മികവ്, ആ സിനിമ നിർമ്മിച്ചപ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ സാമൂഹിക അന്തരീക്ഷം, അതിൻ്റെ രാഷ്ട്രീയ വീക്ഷണങ്ങൾ, അതിൻ്റെ മറ്റ് മൗലികമായ പ്രസക്തികൾ, ഇതൊക്കെ പുതിയ തലമുറയ്ക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു വലിയ ഒരു മേളയാണ് ഈ നടക്കുന്നത്. വെറുതെ ഒരു മേളയല്ല കേരള ഗവൺമെൻറ് സംഘടിപ്പിക്കുന്നത്. സാംസ്കാരിക വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേളയാണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയൊരു മേളയാണ് കേരളത്തിൽ നടക്കുന്നത്. ഒരു ഭാഗം. 2, സിനിമാ ടൂറിസത്തിൻ്റെ ഏറ്റവും വലിയൊരു മേളയാണിത്. രാജ്യത്തിൻ്റെ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് 10,000-കണക്കിന് ആളുകൾ. IFFK ലോകത്ത് തന്നെ മാതൃകാപരമായ മേളയാണ്. ഇവിടെ ഇപ്പോൾ ചലച്ചിത്രങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തുന്നത്, കേന്ദ്ര സർക്കാർ പ്രദർശനാനുമതി നിഷേധിച്ചത്, അത് വലിയ വിഷയമായി മാറിയിരിക്കുകയാണ്. അത് വലിയ വിമർശനത്തിനും പ്രതിഷേധത്തിനുമൊക്കെ വഴിവെച്ചിരിക്കുകയാണ്. അതിനുള്ള പ്രതികരണമാണ് സാംസ്കാരിക മന്ത്രി നടത്തിയിട്ടുള്ളത്. ഇത് സ്ഥിരമായി തന്നെ, ഇത് ഒരിക്കൽ പോലും കാണാത്ത രീതിയിൽ ഉള്ള കാര്യങ്ങൾക്ക് ഇത്തവണത്തെ IFFK വേദിയായിരിക്കുന്നു എന്ന് മന്ത്രി പറയുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.